ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താടോ? അല്ല, ആരോ അങ്ങോട്ടേക്ക് മാറിയതുപോലെ. ഇവിടെ ആരും ഉണ്ട് വരും. താൻ ശരിക്കും ഉണ്ടായിരുന്നോ? ആ, ഒരു നിഴൽ കൃത്യമായിട്ട് മാറുന്ന ഞാൻ കണ്ടായിരുന്നു. ഞാനേ പിന്നപ്പുറത്തെ ഗേറ്റ് വഴി കയറാനാ നോക്കിയത്. അത് പൂട്ടിയിരിക്കുകയാണല്ലോ. ചെറിയ ഭാഗത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി അതിന് സ്ഥിരം പൂട്ടി കിടക്കും. ഓരോ പൂട്ട് വീഴുമ്പോഴും അവള് ജയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ മുത്തശ്ശി. അവളുണ്ടോടി അകത്ത്? ഇല്ല, ഭാര്യയും ഭർത്താവും കൂടി പർച്ചേസിന് പോയിരിക്കുക. നാളത്തെ ടൂറിന്. നാളത്തെ യാത്രയ്ക്ക് അവക്ക് അതൊന്നും വേണ്ടി വരില്ല. ഒരു വെള്ളമുണ്ട് മാത്രം മതി. ഉഗ്രവിഷവാ. എങ്ങനെയെങ്കിലും ഇത് അവളുടെ ഉള്ളിൽ എത്തിച്ച മതി. ചൊത്ത് മുലച്ചു കിടക്കും. നിന്നെ ദ്രോഹിച്ച് നിന്റെ സൗഭാഗ്യങ്ങൾ മുഴുവൻ തട്ടിയെടുത്തിട്ട് കയ്യോ കാലോ ഒടിഞ്ഞു കിടന്ന അവൻ അവളെ പൊന്നുപോലെ നോക്കും. ചോവണം, ചത്തു പുഴുക്കണം. എന്റെ കൺമുമ്പിൽ വെച്ച് നിന്റെ അന്ത്യക്രിയകൾ ചെയ്തതുപോലെ അവളുടെ അന്ത്യക്രിയകൾ ചെയ്യുന്നത് എനിക്ക് കാണണം. മുത്തശ്ശി, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിയാ? ഇടി, നിനക്ക് തലയ്ക്ക് സുഖമില്ലാത്തവളല്ലേ? നിന്നെ ആര് സംശയിക്കാനാ? പിന്നെ രാധികയുടെ ജീവന് എന്തെങ്കിലും പറ്റിയ ഇവിടെ സംശയിക്കാൻ വേറെ എത്ര ആളുണ്ട്? കൽപ്പനയുണ്ട്, ഉർവശിയുണ്ട്, ഗൗതമുണ്ട്. അതൊക്കെ അവരുടെ തലയിലിരുന്നോളും. നീ അതിനെക്കുറിച്ച് വിഷമിക്കണ്ട. അവള് കഴിക്കുന്ന വെള്ളത്തിലോ ഭക്ഷണത്തിലോ ചേർത്ത് കൊടുത്താൽ മതി. നാളത്തെ അവളുടെ യാത്ര ചിതയിലേക്കായിരിക്കും. മുത്തശ്ശി ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ? നീ അതൊന്നും കാര്യാക്കണ്ടടി മോളെ. മുത്തശ്ശിയുടെ ബാക്കി കിടക്കുന്ന ജീവൻ നിനക്കുള്ളതാ. നിനക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനാ. പൊയ്ക്കോ, ആരും കാണണ്ട. ശരി മുത്തശ്ശി, ഞാനൊന്ന് പോട്ടെ. ശരി. എന്താടോ? അല്ല, ആരോ അങ്ങോട്ടേക്ക് മാറിയതുപോലെ. ഇവിടെ ആരും ഉണ്ട് വരും. താൻ ശരിക്കും ഉണ്ടായിരുന്നോ? ആ, ഒരു നിഴൽ കൃത്യമായിട്ട് മാറുന്ന ഞാൻ കണ്ടായിരുന്നു.
ഇവിടെ അങ്ങ് ആരും ഇല്ലടോ. ചിലപ്പോ ചെടിയുടെ നിഴലോ മറ്റോ കണ്ടതായിരിക്കും. താനൊരു കാര്യം ചെയ്യും, ആ ഗേറ്റ് അങ്ങ് പൊട്ടിക്കും. ഈശ്വര, കഴിഞ്ഞില്ലടോ തന്റെ സംശയം. തോന്നലാന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ എളുപ്പവരും. പക്ഷെ എനിക്കെന്തോ അതെ, ഈ യാത്ര തീരുമാനിച്ചപ്പോ മുതൽ വരാൻ പോകുന്ന അപശകനത്തെ കുറിച്ച് മാത്രം തന്നെ ചിന്ത. അതാണ് തന്റെ പ്രശ്നം. താൻ വന്നേ ഇങ്ങോട്ട്. വാലടച്ചേ. ഈശ്വര, ഇനിയിപ്പൊ ഞാൻ എങ്ങനെ പോവും? എന്റെ ദൈവമേ, കാത്തോളേ.